ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം ഗോവയിലേക്ക് പോകും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തങ്കടിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. കേരളത്തിൽ സ്വപ്നതുല്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് പൌരസ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിസ്റ്റത്തിന്റെ തകരാർ പരിഹരിക്കുമെന്നും നികുതി ചോർച്ച തടയണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വെമ്പായത്തെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് വിനോദസഞ്ചാരികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. ഇത് സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റൈഡുകളുടെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി L. മുരുകൻ ഗുരുവായൂർ സന്ദർശിച്ചു. BJP നേതാവും രാജ്യസഭാ MPയുമായ C. സദാനന്ദൻ മാസ്റ്ററുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഗുരുവായൂരിലെത്തിയത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 1,14,440 രൂപയും ഗ്രാമിന് 14,305 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ചെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന 2ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. ഉത്തരാഖണ്ഡ് ഗോൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സൽമാൻ നിസാർ ടീമിനെ നയിക്കും. മത്സരങ്ങൾ മറ്റന്നാൾ മുതൽ ഡെറാഡൂണിൽ നടക്കും. നേപ്പാളുമായാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. നാഷണൽ സ്പോർട്സ് ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിന് കീഴിൽ ദേശീയ കായിക ഫെഡറേഷനുകളിൽ സാങ്കേതിക വിദ്യാ ഉപദേഷ്ടാക്കളുടെ സേവനം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര യുവജനക്ഷേമ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ദേശീയ പരിശീലന ക്യാമ്പുകൾ, കായികമേളകൾ തുടങ്ങിയവയിൽ മെച്ചപ്പെട്ട ആസൂത്രണത്തിന് സാങ്കേതിക വിദ്യ സഹായകരമാകുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2016 പ്രാബല്യത്തിൽ വന്ന ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് നിലവിൽ വന്ന് ഇന്ന് 10 വർഷം പൂർത്തിയായി. ഇന്ത്യയുടെ പാപ്പരത്ത ചട്ടക്കൂടിനെ ആധുനികവൽക്കരിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനുമായി അവതരിപ്പിച്ച IBC വീണ്ടെടുക്കൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഉത്തരവാദിത്തമുള്ള വായ്പ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യത്തിന്റെ സാമ്പത്തിക നിയമ സംവിധാനങ്ങളിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് പ്രകാരം 2026 മാർച്ച് വരെ 1419 കേസുകളിൽ പരിഹാര പദ്ധതികൾ അംഗീകരിച്ചു. സംസ്ഥാനത്ത് ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. 18 മാസങ്ങൾക്കുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് നീക്കം കൈകാര്യം ചെയ്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 പ്രവർത്തനം ആരംഭിച്ചതിനു ശേഷം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ തുറമുഖമെന്ന നേട്ടമാണ് വിഴിഞ്ഞം സ്വന്തമാക്കിയത്. ഈ അതിവേഗ വളർച്ച ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. രാഷ്ട്ര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ജർമ്മൻ പത്രത്തിന് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അടുത്ത ഉപദേഷ്ടാവിനെതിരെ നടപടി. 2024 ഒരു ജർമ്മൻ ടാബ്ലോയിഡിന് രഹസ്യരേഖ ചോർത്തി നൽകിയ കേസിൽ ഉപദേഷ്ടാവ് ജൊനാഥൻ യൂറിച്ചിനെതിരെ കുറ്റം ചുമത്തുമെന്ന് ഇസ്രായേൽ അറ്റോർണി ജനറൽ അറിയിച്ചു. എന്നാൽ കുറ്റപത്രത്തെക്കുറിച്ച് നെതന്യാഹുവിന്റെ ഓഫീസ് പ്രതികരിച്ചില്ല. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.